ഹലോ ഗായ്സ്, എന്തുകൊണ്ട് വിശേഷം? അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും യൂട്യൂബ് ചാനൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുക. അങ്ങനെ ഈ വട്ടം ബഹറിലേക്ക് പോവുക. അച്ഛൻ്റെ വിസ റിന്യൂവലിൻ്റെ സമയമായി, അപ്പം ബഹറിലേക്ക് പോവുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പുതിയ വർഷം പുതിയ കുറേ കോണ്ടൻ്റായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പഴയതുപോലെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങളിത് കോബാറിലെത്തി ഞങ്ങളിനി കഴിക്കാനായിട്ട് പോവുക. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ബഹറിലേക്കൊന്ന് പോയി വിസയുടെ പരിപാടികളൊക്കെ ഒന്ന് നോക്കാൻ. അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ കണ്ടല്ലേ? യെസ്, നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടു, വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ബാക്കി ആണെന്നല്ലേ ഞങ്ങളിത് കഴിക്കാനായിട്ട് പോവാം. ഈകളിൽ നമ്മളിപ്പോൾ എന്ത് ദമാമിലെത്തി. ഇവിടെ ഒരു അടിപൊളി കപ്സക്കട ഉണ്ട്, നല്ല മട്ടൻ കപ്സയാണ്. നല്ല ആംബിയൻസ് ഉണ്ടോ ഇതിനകത്ത്, അടിപൊളിയായിട്ടുണ്ട്. ഓ നൈസ്. അടിപൊളി. അച്ചു എങ്ങനെയുണ്ടോ? നൈസ്. കുണാഫയുടെ ടേസ്റ്റ് കാരണം കുണാഫയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ബട്ട് ഐ വിൽ ഷോ യു. അയ്യോ, ഇന്ന് കുണാഫ താഴെ വീണു. ഇത് കണ്ടോ, ആ ചീസ്, ഒരു ഫ്ലേവർ. അടിപൊളി. എടുത്തു നീ നോക്കിക്കൊണ്ട് കുറച്ച് നേരം കൊണ്ടിരിക്കുന്ന പൊളി. എങ്ങനെയുണ്ട് കുണാഫ? സംസാരിക്കാനല്ല അടിപൊളി. ഓക്കെ, താങ്ക് യു. നോ കമന്റ്സ്. നീ എന്താ കഴിക്കാത്ത? ശരി, ഡയറ്റ് ഷുഗർ കട്ട് ഡയറ്റ്. ഭയങ്കര ചൂടായത് അല്ല, തണുപ്പ്. സോറി, തെറ്റിപ്പോയി. ഗൈസ്, ഞങ്ങളിതേ ഫുഡ് കഴിച്ചിട്ട് ഒരു കോഫി ഷോപ്പിൽ വന്നു. ചെറുതായിട്ട് തണുപ്പൊക്കെ അല്ലേ, ഒരു കോഫി പൂച്ചാന്ന് പറഞ്ഞിട്ട്. നല്ല രസമായിട്ടോ ഇത് കണ്ടോ, അകത്തെ ആംബിയൻസ് കണ്ടോ. ചട്നി ഒഴുകി വരുന്നത് കണ്ടോ. This is San Sebastian. San Sebastian-ന്റെ കേക്കാണ്. This is mango pudding with gold. അച്ചാച്ചനോട് ഞങ്ങള് വീട്ടിൽ പോവാ. നീ സമയം പോലെ പൈസ ബ്ലാങ്കറ്റും കിട്ടും, ഇവിടെ നിങ്ങൾ ഉറങ്ങി.
ഗൈസ് ഗുഡ് മോർണിംഗ്. ബൈ ദ വേ, രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ടൊരു സീനാണ്. പൂച്ച ആ ഓ ഷിറ്റ് ഓ സോറി പൂച്ച ദോ കാണുന്ന പ്രാവിനെ പിടിക്കാനുള്ള പോക്കാണ് ഇവൻ. ഇവിടെ മറ്റേ CBD മ്യൂസിക് സ്റ്റെൽത്ത് മോഡിലാണ്. കൂടത്തിന് സെറ്റിലായി പണി കിട്ടി ഗൈസ്. അവൻ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയപ്പോൾ എല്ലാവരും അങ്ങനെ ഗുഡ് മോർണിംഗ് ബാഡ് മോർണിംഗ് ആയി മാറി. ഗുഡ് മോർണിംഗ് ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഏതെങ്കിലും നൈസ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബ്രഷ് എടുക്കാൻ മറന്നായിരുന്നു. അത് മേടിച്ചിട്ട് മടങ്ങുകയാണ് വീട്ടിലേക്ക്. നോർമൽ മാറ്റണം. അല്ല, ഈ സ്ഥലത്തെ പേരെന്തുവായിരുന്നു? അങ്ങനെ കറങ്ങി അവസാനം ഞങ്ങൾ ലുലുവിലെത്തി. വൈകിട്ടൊരു ബർത്ത്ഡേ പരിപാടിയുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് നടക്കുവാണ്. കണ്ണ് കാണുന്നില്ല മാറു. അതും കൊള്ളാം, അതെടുക്കാം. ഗായ്സ്, ഞങ്ങൾ രാത്രി ഇതോ ചെറിയ ക്യാമ്പിംഗ് പരിപാടി. പക്ഷെ ക്യാമ്പിംഗ് എന്താണെന്ന് അറിയോ? RC കാർ. വലിയ ആളത് ഇവിടെ ഉണ്ട്. ഹെവിസനാണ് ഒരു ഡ്രൈവർ. ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്, പിന്നെ ആൾ എൻ്റെ ഒരെണ്ണമുണ്ട്. ഇതേ നടക്കത്തുള്ളൂ. അവിടെ രക്ഷിക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പൊതക്കുഴിയോ അരി. ഇത് കണ്ടു ഗൈസ്, ആ വണ്ടിയെ തള്ളി മാറ്റുന്ന നമ്മുടെ വണ്ടി വേണം. ഗൈസ് ഇത് കണ്ടോ, ഞങ്ങള് ഇത് ഹാഫ് മൗണ്ട് സൈഡല്ലേ? ഹാഫ് മൗണ്ട് ഇപ്പുറത്തെ സൈഡില് RC കാസ് ഓടിച്ച് കളിക്കാൻ വന്നതാണ്. ചൈൽഡിഷ് ആയിട്ട് തോന്നുമായിരിക്കും, ബട്ട് ദിസ് ഇസ് അവർ എന്താ പറയാ സമയം പോക്ക്. എല്ലാം കഴിച്ചിട്ട് അങ്ങനെ നോക്കാം. യെസ് ഗൈസ്, അങ്ങനെ ഇന്നലെ രാത്രിയുടെ എൻഡിങ് എടുക്കാൻ പറ്റിയില്ല. സ്റ്റോപ്പായി പോയി. ഞങ്ങളിപ്പം എബിസിൻ്റെ വൈഫ് ആൻസി എടുക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, തുടങ്ങിക്കോളൂ. അങ്ങനെ ഉച്ചയ്ക്കുള്ള ലഞ്ചും കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് കട, സീ ഫുഡ് എന്ന് പറയുന്നത്. നല്ല നല്ല അടിപൊളി എന്താ പറയുക, കപ്സയും ഫിഷ് കപ്സയും ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നമ്മളിത് ഇപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് 2034 വൺ ഓഫ് ദ
ഫുട്ബോൾ സ്റ്റേഡിയമാണ്. അത് അറാംകോടെയാണ് പണി നടക്കുന്നത്. എനിവേ ടേക്ക് കെയർ ഗൈസ്. ബൈ.